മഴയിൽ നിൽക്കുന്ന ഓർമ്മകൾ. കേരളത്തിലെ ഒരു ചെറിയ ഹിൽ സ്റ്റേഷൻ. മൂടൽമഞ്ഞും ചായത്തോട്ടങ്ങളും നിറഞ്ഞ മനോഹരമായ സ്ഥലം മൂന്നാർ. ആ ഗ്രാമത്തിൽ ഒരു ചെറിയ പുസ്തകക്കടയുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്നത് അഞ്ജലി. അവൾക്ക് പുസ്തകങ്ങൾ വളരെ ഇഷ്ടം. പ്രണയകഥകൾ, യാത്രക്കഥകൾ, കവിതകൾ. പക്ഷേ അവൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു: പുസ്തകങ്ങളിലെ പ്രണയം ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന്. ഓരോ വൈകുന്നേരവും മഴ പെയ്യുമ്പോൾ അവൾ കടയുടെ ജനൽക്കൽ നിന്ന് പുറത്തേക്ക് നോക്കും. മഞ്ഞു നിറഞ്ഞ റോഡുകളും മഴത്തുള്ളികളും അവൾക്കൊരു സിനിമ പോലെ തോന്നും. ഒരു ദിവസം കനത്ത മഴയിൽ ഒരു യുവാവ് കടയിൽ ഓടിവന്നു. അവൻ ആര്യൻ. മുഴുവൻ നനഞ്ഞ അവൻ ചിരിച്ചു പറഞ്ഞു: "മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ ഒളിക്കാമോ?" അഞ്ജലി പുഞ്ചിരിച്ചു. "ഇത് പുസ്തകക്കടയാണ്, പക്ഷേ മഴയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും." അവൻ അലമാരകളിൽ നിന്നൊരു പുസ്തകമെടുത്തു. "പ്രണയകഥകളാണോ?" അവൻ ചോദിച്ചു. അഞ്ജലി ചിരിച്ചു പറഞ്ഞു: "ആളുകൾക്കിഷ്ടം, യാഥാർത്ഥ്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാറില്ല." ആര്യൻ പറഞ്ഞു: "അപ്പോൾ ഞാൻ വായിച്ചു നോക്കാം, ഒരിക്കൽ സത്യമായേക്കാം." അന്നുമുതൽ ഓരോ മഴയിലും അവൻ കടയിലെത്താൻ തുടങ്ങി. അവൻ പുസ്തകങ്ങൾ വായിക്കും, അഞ്ജലി ചായ ഉണ്ടാക്കും. മഴയുടെ ശബ്ദത്തിനിടയിൽ ചെറിയ സംഭാഷണങ്ങൾ. ഒരു ദിവസം ആര്യൻ ചോദിച്ചു: "നിനക്ക് മഴ ഇഷ്ടമാണോ?" അഞ്ജലി ജനലിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു: "മഴ ഓർമ്മകൾ കൊണ്ടുവരും." "എന്തോർമ്മകൾ?" അവൻ ചോദിച്ചു. അവൾ ശാന്തമായി പറഞ്ഞു: "ഒരിക്കൽ ഞാൻ ആരെയോ കാത്തിരുന്നു മഴയിൽ, പക്ഷേ അവൻ ഒരിക്കലും വന്നില്ല." കുറച്ചു നിമിഷം ആര്യൻ ഒന്നും പറഞ്ഞില്ല. പിന്നീട് അവൻ പറഞ്ഞു: "അപ്പോൾ ഈ പ്രാവശ്യം ആരെങ്കിലും വരും." ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അഞ്ജലിയോട് ആര്യൻ പറഞ്ഞു: "എനിക്ക് മറ്റൊരു നഗരത്തിലേക്ക് പോകണം, ജോലി." അഞ്ജലി ഒന്നും പറഞ്ഞില്ല. അവളുടെ ഹൃദയം വീണ്ടും പഴയ ഭയത്തിലേക്ക് പോയി. പോകുന്നതിനു മുമ്പ് അവനൊരു പുസ്തകം അവൾക്ക് നൽകി. "ഇത് തുറക്കൂ, മഴ വരുന്ന ദിവസം." മാസങ്ങൾ കഴിഞ്ഞു. ഒരു സന്ധ്യ വീണ്ടും മഴ പെയ്തു. അഞ്ജലി ആ പുസ്തകം തുറന്നു. അകത്തൊരു ചെറിയ കത്ത്: "നീ പറഞ്ഞ മഴയുടെ ഓർമ്മകൾ മാറ്റാൻ ഞാൻ തിരിച്ചുവരും." അവൾ പുസ്തകമടച്ച് പുറത്തേക്ക് നോക്കി. കടവാതിലിനു മുന്നിൽ ഒരാൾ നിൽക്കുന്നു. ആര്യൻ. മഴത്തുള്ളികൾ അവന്റെ മുടിയിൽ. അവൻ ചിരിച്ചു പറഞ്ഞു: "ഈ പ്രാവശ്യം ഞാൻ വൈകിയില്ല." അഞ്ജലി പുഞ്ചിരിച്ചു. മഴ ഇപ്പോൾ അവൾക്ക് പഴയ ഓർമ്മകളല്ല, പുതിയ തുടക്കം. ചില പ്രണയങ്ങൾ പുസ്തകങ്ങളിൽ മാത്രമല്ല എഴുതപ്പെടുന്നത്, മഴത്തുള്ളികൾക്കിടയിൽ ജീവിതത്തിൽ തന്നെ എഴുതപ്പെടും. തണുത്ത കാപ്പിയുടെ ചൂട്. കൊച്ചിയിലെ തിരക്കേറിയ നഗരത്തിൽ ഫോർട്ട് കൊച്ചിയുടെ ഒരു പഴയ കഫേയിൽ എല്ലാ വൈകുന്നേരവും ഒരാൾ ഒറ്റയ്ക്കിരിക്കാറുണ്ടായിരുന്നു. അവളുടെ പേര് സാനിയ. കൈയിൽ ലാപ്ടോപ്പ്, മുന്നിലൊരു തണുത്ത കാപ്പി. അവളൊരു ഫ്രീലാൻസ് എഴുത്തുകാരി. മറ്റുള്ളവർക്കായി പ്രണയകഥകൾ എഴുതുന്നവൾ, പക്ഷെ സ്വന്തം ജീവിതത്തിൽ പ്രണയം അവസാനിച്ചതായി വിശ്വസിച്ചവൾ. ഒരു ദിവസം അവളുടെ മുന്നിലെ ടേബിളിൽ ഒരു യുവാവിരുന്നു. അവൻ റിഹാൻ, ഒരു സംഗീത സംവിധായകൻ. അവൻ ഓർഡർ ചെയ്തത് ഹോട്ട് കാപ്പി, പക്ഷെ തെറ്റിയായി അവന് കിട്ടിയത് തണുത്ത കാപ്പി. അവൻ ചിരിച്ചു പറഞ്ഞു: "ജീവിതം പോലെ, ഞാൻ പ്രതീക്ഷിച്ചതല്ല കിട്ടിയത്." സാനിയ അനായാസം മറുപടി നൽകി: "ചിലപ്പോൾ തെറ്റായ ഓർഡറാണ് ശരിയായ രുചി നൽകുന്നത്." അതവരുടെ ആദ്യ സംഭാഷണം. ദിവസങ്ങൾ കടന്നു. അവൻ സംഗീതത്തെക്കുറിച്ച് സംസാരിക്കും, അവൾ കഥകളെക്കുറിച്ച്. ഒരു ദിവസം റിഹാൻ ചോദിച്ചു: "നീ പ്രണയം വിശ്വസിക്കുന്നുണ്ടോ?" സാനിയ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. "എഴുതാൻ മാത്രം," അവൾ പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചു: "അപ്പോൾ ഞാൻ നിന്നെ ഒരു പുതിയ മെലഡി കേൾപ്പിക്കാം." അടുത്ത ദിവസം കഫേ അടയ്ക്കാൻ പോകുമ്പോൾ റിഹാൻ ഗിറ്റാർ എടുത്തു. ഒരു പുതിയ ട്യൂൺ, മൃദുവായ, ഹൃദയത്തെ തൊടുന്ന ഒരു സംഗീതം. "ഇത് നിനക്കായി," അവൻ പറഞ്ഞു, തണുത്ത കാപ്പിക്കും ഒരു ചൂടുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ. സാനിയയുടെ കണ്ണുകൾ നിറഞ്ഞു. മാസങ്ങൾക്ക് ശേഷം അവളുടെ പുതിയ നോവൽ പുറത്തിറങ്ങി. അതിന്റെ പേര് തണുത്ത കാപ്പിയുടെ ചൂട്. ആദ്യ പേജിൽ അവൾ എഴുതിയത്: "പ്രതീക്ഷിക്കാത്ത ഒരാളായി എന്റെ ജീവിതത്തിൽ വന്ന സംഗീതത്തിന്." പ്രകാശന ചടങ്ങ് നടന്നത് അതേ കഫേയിൽ, ഫോർട്ട് കൊച്ചിയുടെ സന്ധ്യാകാറ്റിൽ. റിഹാൻ അവളുടെ കൈപിടിച്ചു: "ഇനി നിന്റെ കഥകളിൽ മാത്രമല്ല, നിന്റെ ജീവിതത്തിലും പ്രണയമുണ്ടാകട്ടെ." സാനിയ ചിരിച്ചു: "ഇപ്രാവശ്യം ഞാൻ എഴുതുന്നില്ല, ജീവിക്കുന്നു." ചില പ്രണയങ്ങൾ ചൂടോടെ ആരംഭിക്കില്ല, അവ തണുത്ത കാപ്പി പോലെ മൃദുവായി മനസ്സിൽ ചൂട് നിറയ്ക്കും.